മുഖത്തെ പാടുകളും കുരുക്കളും എന്നേക്കുമായി ഇനി ഒരിക്കലും തിരിച്ചു വരാത്ത രീതിയിൽ നീക്കം ചെയ്യുന്ന ഒരു വിദ്യയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും, പക്ഷേ ഇത് ഭയങ്കര എഫക്റ്റീവാണ്. നല്ല രീതിയിൽ റിസൾട്ട് കിട്ടുന്നതോടൊപ്പം തന്നെ കുറേ നാൾ നീണ്ടു നിൽക്കുന്ന റിസൾട്ടും കൂടെയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നതെന്നൊക്കെ തന്നെ ഞാൻ ഈ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. നമുക്ക് കണ്ണിനടിയിലുള്ള കറുത്ത പാടുകൾ, മൂക്കിൻ്റെ അവിടെയൊക്കെ ഉണ്ടാകുന്ന കറുത്ത നിറം, ചുണ്ടിന് ചുറ്റുമുള്ള കറുത്ത നിറം, ഇവയൊക്കെ കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്തിട്ട് സ്കിൻ ഗ്ലോ ആകാനും സഹായിക്കുന്ന ഒരു പാക്കാണ്. ഒപ്പം തന്നെ വെയിലേറ്റിട്ടുള്ള കരിവാളിപ്പുണ്ടെങ്കിൽ അതൊക്കെ നീക്കം ചെയ്യാനും സാധിക്കും. ഇപ്പോൾ വെയിൽ കൂടിക്കൂടി വരുന്ന സാഹചര്യമാണ്. നമ്മൾ ഒന്ന് പുറത്തിറങ്ങി അപ്പം നമുക്ക് ടാൻ ആവും. അതുകൊണ്ട് തന്നെ നമ്മുടെ കൈയും കാലും മുഖവും ഒക്കെ തന്നെ ടാൻ അടിച്ചിട്ടുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്യാൻ പറ്റുന്ന, മുഖത്ത് മാത്രമല്ല നമ്മുടെ ഫുൾ ബോഡി അപ്ലൈ ചെയ്യാൻ പറ്റുന്ന, കയ്യിലും കാലിലും ഒക്കെ തന്നെ യൂസ് ചെയ്ത് ടാൻ ഒക്കെ റിമൂവ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു അടിപൊളി പാക്കാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. സോ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യരുത്, മുഴുവനും കണ്ടു നോക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻസ് കിട്ടുള്ളൂ. ആരെങ്കിലും നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത്. ആരെങ്കിലും എന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വെൽക്കം ടു മൈ കുട്ടി യൂട്യൂബ് ഫാമിലി. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ മുഖം നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്, കൈയും മുഖവും നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മുടെ പാക്കാണ് നമുക്ക് പ്രിപ്പയർ ചെയ്യേണ്ടത്. കണ്ടോ, നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് കളർഫുൾ ആയിട്ടുള്ള ഒരു പാക്കാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്കൊരു ക്ലീൻ ബൗൾ എടുക്കാം. അതിലോട്ട് നമുക്ക് ഫസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് തൈരാണ്. തൈര് ഞാനിവിടെ 1.5 സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. കട്ട തൈരുണ്ടെങ്കിൽ അതെടുക്കാം, അല്ലെങ്കിൽ നോർമൽ തൈരായാലും മതി. വീട്ടിലുണ്ടാക്കിയ തൈര് എടുക്കുന്നതാണ് നല്ലത്. തൈര് നന്നായിട്ട് നമ്മുടെ സ്കിൻ വൈറ്റൻ അപ്പ് ചെയ്യാനും ആൻറ്റി ഏജിങ്ങിനും നല്ലതാണ്. പെട്ടെന്ന് നമുക്ക് ചുളിവുകൾ ഉണ്ടാകുന്നതൊക്കെ ഒരു പ്രോബ്ലം ആണല്ലോ, അതൊന്നും ഉണ്ടാവത്തില്ല. സ്കിന്നിനെ നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ നമുക്ക് ചുളിവുകളൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ നിങ്ങൾ കൃത്യമായിട്ട് യൂസ് ചെയ്യണം. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് മഞ്ചിഷ്ടയുടെ പൊടിയാണ്. എടുത്തപ്പം എല്ലാം കൂടെ അപ്പുറത്തായതാണ്, സോറി കേട്ടോ. അപ്പോൾ നമുക്ക് മഞ്ചിഷ്ടയുടെ പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1.5 സ്പൂണോളം മഞ്ചിഷ്ടയുടെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വേറൊന്നും കൊണ്ടല്ല, നമ്മൾ തൈര് അത്യാവശ്യം കൂടുതൽ ക്വാണ്ടിറ്റി തന്നെ എടുത്തിട്ടുണ്ട്. കയ്യിലും ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് കൊണ്ട് തന്നെ 1.5 സ്പൂണോളം തൈരും, ഇച്ചിരി വലിയ സ്പൂണിൽ 1.5 സ്പൂണോളം തൈരും, അതുപോലെ തന്നെ കുറച്ച് ചെറിയ സ്പൂണിൽ ഒരു 1.5 സ്പൂണോളം മഞ്ചിഷ്ടയുടെ പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്കറിയാൻ പറ്റും, നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് തന്നെ അറിയാൻ പറ്റും എത്ര ക്വാണ്ടിറ്റിയിലാണ്, കൺസിസ്റ്റൻസിയിലാണ് എടുക്കേണ്ടതെന്നുള്ളത്. അപ്പം നമ്മളിങ്ങനെ എടുത്ത് പ്രിപ്പയർ ചെയ്ത് വെക്കുക. ഞാൻ ഇച്ചിരിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്, കാര്യം നമുക്ക് അത്രയും മിക്സ് ചെയ്യാനായിട്ട് വേണമല്ലോ. തൈരാണെങ്കിൽ അത്ര കട്ട തൈരല്ല, ഇച്ചിരി ലൂസായിട്ടുള്ള തൈര് തന്നെയാണ് എനിക്ക് ഇത്തവണ അവൈലബിൾ ആയത്. അതുകൊണ്ട് ഞാൻ അത് തന്നെയാണ് യൂസ് ചെയ്തിട്ടും ഉണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ കിട്ടുന്നത് അതെടുക്കുക. കടയിൽ നിന്ന് വാങ്ങുന്ന തൈരിനെക്കാളും നമ്മൾ വീട്ടിൽ ചെയ്ത് വെക്കുന്ന തൈരാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. പിന്നെ നിങ്ങൾക്ക് അങ്ങനെ വീട്ടിലുണ്ടാക്കുന്ന തൈര് കിട്ടത്തില്ല എന്നുണ്ടെങ്കിൽ പുറത്തുനിന്ന് വാങ്ങുന്ന തൈര് യൂസ് ചെയ്യുന്നത് ഒരു കുഴപ്പമില്ല, നല്ല റിസൾട്ട് തന്നെ ഉണ്ടാവും. അപ്പോൾ ഞാനിത് 2 ഇൻഗ്രീഡിയൻസും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് രണ്ടും അല്ല, നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഇത്രയും അല്ല. ഇനി ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നല്ലോണം മിക്സ് ആക്കണം. അതിനുശേഷമാണ് നമ്മുടെ മൂന്നാമത്തെ ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ അങ്ങനെ ചെയ്തതേ ഉള്ളൂ. നമുക്കതെല്ലാം കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്യുന്നത് കൊണ്ടും ഒരു പ്രശ്നമില്ല. ഈ ഒരു തൈരിൻ്റെയും മഞ്ചിഷ്ടയുടെയും ഒരു കൺസിസ്റ്റൻസി ബാലൻസ് ചെയ്തിട്ട് തേൻ ചേർത്ത് കൊടുക്കാമെന്നാണ് കരുതിയത്. തേനാണ് നമ്മുടെ മൂന്നാമത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത്. സോ അത് ഞാനിങ്ങനെ കുറച്ച് മാത്രം, ഒരു 1/4 സ്പൂണോ 1/2 സ്പൂണോ, കുഞ്ഞി സ്പൂണിൽ ഒരു 1/4 സ്പൂൺ മാത്രമാണ് തേന് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് നമ്മുടെ സ്കിന്നിലുള്ള ഡാർക്ക് സ്പോട്ട്സ് ഉണ്ടല്ലോ, അതൊക്കെ മാറ്റാനായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിനെ നറിഷ് ചെയ്യാനും റെജുവിനേറ്റ് ചെയ്യാനും ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു ഗ്ലോ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ തേൻ യൂസ് ചെയ്യുന്നത് ഭയങ്കര നല്ലതാണ്. പെട്ടെന്ന് നമുക്ക് റിസൾട്ട് തരുന്ന ഒരു ഐറ്റമാണ്. ഡെഡ് സെൽസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ആക്കാനും സഹായിക്കും. അതുകൊണ്ട് തന്നെ പെട്ടെന്നൊരു ബ്രൈറ്റ്നെസ് കിട്ടും. ഇനി ആർക്കെങ്കിലും ഈ ഒരു ഇതിലേതെങ്കിലുമൊക്കെ ഇൻഗ്രീഡിയൻസ് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം. പക്ഷേ തൈര് നിങ്ങൾ മസ്റ്റായിട്ട് യൂസ് ചെയ്യണം. തൈര് നിങ്ങൾക്ക് പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു പാക്ക് തന്നെ സ്കിപ്പ് ചെയ്തിട്ട് വേറെ തൈര് യൂസ് ചെയ്യാത്ത പാക്ക് എടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ നിങ്ങളുടെ സ്കിൻ ടൈപ്പ് എന്താണോ അതിനനുസരിച്ച് നിങ്ങൾ നോക്കിയിട്ട് ഇൻഗ്രീഡിയൻസ് ചൂസ് ചെയ്യാം. ഈ ഒരു പാക്ക് നമുക്ക് രാത്രി സമയങ്ങളിൽ
ഒരാഴ്ചയിൽ 2-3 ദിവസം വെച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് വളരെ വളരെ നല്ലതാണ്. നല്ല രീതിയിൽ സ്കിൻ ബ്രൈറ്റനപ്പ് ആവാനും അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ സൺ ടാൻ ഉണ്ടല്ലോ അത് കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്യാനും സഹായിക്കും. നല്ല അടിപൊളി ഒരു ഫേസ് പാക്കാണ്. ഇടയ്ക്കിടയ്ക്ക് നമ്മളിത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. മഞ്ചിഷ്ടയുടെ പൊടി എന്ന് വെച്ചാൽ നമ്മൾ ആയുർവേദ കടകളിലൊക്കെ ചോദിച്ചാൽ കിട്ടും. നന്നായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ ഞാൻ ലിങ്ക് കിട്ടുന്നുണ്ടെങ്കിൽ ടാഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. ഒരു വണ്ടി ഇങ്ങനെ പറന്ന് നടക്കുന്നുണ്ടായിരുന്നു, അതാണ് ഞാൻ നോക്കിയത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഫേസ് പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് നീറ്റായിട്ട് കയ്യും മുഖമൊക്കെ കഴുകിയതിന് ശേഷം നമുക്കിതുപോലെ ഫേസ് പാക്ക് ഫേസിലോട്ട് പതിയെ ഒന്ന് ജെൻറ്റിലായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. കണ്ണിൻ്റെ അവിടെയൊന്നും നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നില്ല. കണ്ണിനവിടെയായിട്ട് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ തൈര് മാത്രമായിട്ട് അപ്ലൈ ചെയ്യുക. തൈരും തേനും കൂടെയുള്ള മിക്സർ ഉണ്ടെങ്കിൽ അത് മാത്രമായിട്ട് കണ്ണിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഡാർക്ക് സർക്കിൾസ് ഉണ്ടെങ്കിൽ അത് മാറ്റാനായിട്ട് സഹായിക്കും. അപ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ കണ്ണിന് താഴെ വേണം അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട്. അങ്ങോട്ട് കണ്ണ് ഓപ്പൺ ആവുന്ന ഭാഗം അതൊക്കെ അവോയ്ഡ് ചെയ്തിട്ട് വേണം അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ താഴത്തെ ആ ഒരു സ്കിന്നിൽ മാത്രമായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം സ്കിന്നിൽ ഒരുപാട് പ്രോബ്ലംസ് കണ്ടിന്യൂസ് ആയിട്ട് റിപ്പീറ്റായിട്ട് വരുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നമ്മുടെ ലൈഫ് സ്റ്റൈൽ ശരിയല്ല എന്നുള്ളതാണ്. മെയിനായിട്ട് നമ്മൾ എന്താണ് നമ്മുടെ സ്കിന്ന് എന്നുള്ളത് അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈലും നല്ലതായിരിക്കണം. നല്ലതെന്ന് ഉദ്ദേശിച്ചത് നമ്മൾ ഒരുപാട് ഉറങ്ങാതിരിക്കുക, അതുപോലെ തന്നെ ഒരു പ്രോപ്പറായിട്ടുള്ളൊരു റുട്ടീൻ ഫോളോ ചെയ്യാണ്ട് ഇങ്ങനെ അലസമായിട്ട് നടക്കുക, ജങ്ക് ഫുഡ്സ് കഴിക്കുക, ഷുഗർ ഒരുപാട് കഴിക്കുക, ഓയിലി ഫുഡ്സൊക്കെ കൂടുതൽ കഴിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റേതായ വ്യത്യാസം നമുക്കുണ്ടാവും. ഫുഡ് നല്ലോണം കഴിക്കണം. നല്ല രീതിയിൽ തന്നെ നമുക്ക് പ്രോട്ടീനും വിറ്റാമിൻസും ഒക്കെ കിട്ടണം. അത് കോംപ്രമൈസ് ചെയ്യാനായിട്ട് പാടില്ല. പക്ഷേ നല്ല ഫുഡ്സ് കഴിക്കുക. അതായത് ഹോം മെയ്ഡ് ആയിട്ടുള്ള നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ഫുഡുണ്ടല്ലോ, അതിപ്പോൾ കുറച്ച് നമ്മൾ വറുത്തതോ അങ്ങനെയൊക്കെ നമുക്ക് നമ്മുടെ കൺമുമ്പിൽ നമ്മൾ നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റംസ് വെച്ചിട്ട് പ്രിപ്പയർ ചെയ്യുന്നത് ഇടയ്ക്കൊക്കെ കഴിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾ പുറത്തുനിന്ന് വാങ്ങിയിട്ട് റോഡ് സൈഡിൽ നിന്നൊക്കെ വാങ്ങിയിട്ട് ഒരുപാട് അങ്ങനെ കഴിക്കാതിരിക്കുക. നമ്മൾ മനുഷ്യരായതുകൊണ്ട് നമുക്ക് കംപ്ലീറ്റ്ലി ഒരു സാധനവും അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടാവില്ല. പക്ഷെ നമുക്കതിനെ യൂസേജ് മാക്സിമം കുറച്ച് കൊണ്ടുവരാനായിട്ട് പറ്റും. എപ്പോഴെങ്കിലും യൂസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പിന്നെയും റിപ്പീറ്റ് ആയിട്ട് ഇത് തന്നെ പറഞ്ഞിട്ട് എപ്പോഴും കഴിക്കരുത്. ഇത് നിങ്ങൾ മാക്സിമം അവോയ്ഡ് ചെയ്യുക. നല്ലപോലെ ഇനഫായിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കുടിക്കുക. എൻ്റെ ശബ്ദം കുറച്ചൊന്ന് അടഞ്ഞിരിക്കുകയാണ്. എനിക്ക് ചെറിയ മൂക്കടപ്പൊക്കെ ഉണ്ട്. സാധാരണ എല്ലാവർക്കും തണുപ്പ് കാലത്താണ് ഈ മൂക്കടപ്പ് വരുന്നത്. എനിക്ക് നേരെ ഓപ്പോസിറ്റാണ്. എനിക്ക് ചൂട് സമയത്താണ് കൂടുതലായിട്ടും മൂക്കടപ്പ്, ജലദോഷം തുടങ്ങിയ സാധനങ്ങളൊക്കെ തന്നെ പിടിപെടുന്നത്. കാര്യം വേറൊന്നുമല്ല, നമ്മൾ ഫാൻ ഇട്ടിട്ട് കിടക്കുമല്ലോ സ്പീഡിൽ, അതുകൊണ്ടായിരിക്കാം. അതുകൊണ്ട് നിങ്ങളൊന്ന് എക്സ്ക്യൂസ് ചെയ്യുക. അപ്പോൾ ഞാൻ എൻ്റെ മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുത്തു. ഒപ്പം ഞാൻ എൻ്റെ കൈകളിലും അപ്ലൈ ചെയ്ത് കൊടുക്കും. കൈകളിലും കാലുകളിലും ഒക്കെ നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. നമുക്ക് എക്സ്പോസ് ആകുന്ന ഭാഗം ഉണ്ടല്ലോ, വെയിലത്ത് എക്സ്പോസ് ആകുന്ന ഭാഗം, അവിടെയൊക്കെ തന്നെ നല്ല രീതിയിൽ സൺ ടാൻ ഏൽക്കാനും പെട്ടെന്ന് തന്നെ പൊടിപടലങ്ങളൊക്കെ പറ്റി പിടിച്ചിട്ട് സ്കിൻ ടാനായി പോകാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. കഴുത്തിലും നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുക്കണം. പുറകിലത്തെ കഴുത്തുണ്ടല്ലോ, അവിടെയും നിങ്ങൾക്ക് പാടുകളോ കറുത്ത നിറം ഉണ്ടെങ്കിൽ അവിടെയും നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. മുടിയൊക്കെ കെട്ടി വെച്ചിട്ട് അങ്ങനെ ചെയ്താൽ മതി. കുളിക്കുന്നതിന് മുന്നേ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് കുളിക്കാം. അല്ലെങ്കിൽ ഇതുപോലെ തന്നെ നിങ്ങളൊന്ന് സാധാരണ വാഷ് ചെയ്തെടുത്താൽ മതി. മുഖവും കൈയും കാലും ഒക്കെ ഒന്ന് നന്നായിട്ട് കഴുകി ഡ്രസ്സൊക്കെ മാറുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും ഫ്രഷ് ആകും. രാത്രി ഇങ്ങനെ ചെയ്താൽ മതി. എന്തായാലും നമ്മൾ ഇട്ടേക്കുന്ന ഡ്രസ്സ് ഇത് ഇത്രയും നമ്മൾ വാഷ് ചെയ്ത് കഴിയുമ്പോഴേക്കും നന്നായിട്ട് നനയാനുള്ള ചാൻസ് ഉണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് നമ്മുടെ സാധാരണ സ്കിൻ കെയർ എങ്ങനെയാണോ അത് തന്നെ ചെയ്തു കൊടുക്കാം. മോയ്സ്ചറൈസർ അതുപോലെ തന്നെ സിറംസോ എന്താണോ നിങ്ങൾ യൂസ് ചെയ്യുന്നത് അത് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ എൻ്റെ റോസ് വാട്ടറാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ആസ് എ ടോണർ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ടോണറാണ്. അതോടൊപ്പം തന്നെ ഞാൻ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു മോയ്സ്ചറൈസറും കൂടെ ആഡ് ചെയ്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാര്യം വേറൊന്നുമല്ല, ഇത് മഞ്ചിഷ്ടയുടെ പൊടി എന്ന് പറഞ്ഞാൽ ഇച്ചിരി ഡ്രൈയിങ് ആക്കുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരുപാട് ഗുണങ്ങളുണ്ടെങ്കിലും പക്ഷെ നമുക്ക് സ്കിന്നൊന്ന് ഡ്രൈ ആക്കുന്നത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഞാൻ നല്ല ഒരു മോയ്സ്ചറൈസർ ഇതിന് ശേഷം അപ്ലൈ ചെയ്ത് കൊടുത്ത് നല്ല രീതിയിൽ മോയ്സ്ചറൈസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് മഞ്ചിഷ്ടേൻ്റെ ഒപ്പം എപ്പോഴും ഞാൻ തൈര് തന്നെ യൂസ് ചെയ്യുന്നത്. കാര്യം നല്ല ക്രീമി ആയിട്ടുള്ള സംഭവങ്ങൾ വേണം മഞ്ചിഷ്ടയുടെ ഒപ്പം നമ്മൾ യൂസ് ചെയ്യാനായിട്ട്. സോ ഞാനിവിടെ സ്കിന്നിൽ മുഴുവനായിട്ടും അത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ മോയ്സ്ചറൈസർ. അപ്പം ഓയിലി സ്കിന്നാണെങ്കിൽ ഈ ഒരു മോയ്സ്ചറൈസറിനെക്കാളും ബെറ്റർ ആയിട്ടുള്ള വേറൊരു മോയ്സ്ചറൈസർ ഉണ്ട്. അതിൻ്റെ റിവ്യൂ ഞാൻ ഉടനെ ചെയ്യാം. ഞാനിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ, അതുകൊണ്ടാണ്. സോ ഡോട്ട് ആൻഡ് കീയുടെ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് റിവ്യൂ വേണം എന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. വേറെ എന്തെങ്കിലുമൊക്കെ സജഷൻസ് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ശരിക്കും വിസിബിളായിട്ട് റിസൾട്ട് അറിയാൻ തന്നെ പറ്റുന്നില്ല. എന്ത് ഭംഗിയാണ്, നല്ലൊരു റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത്. സ്കിൻ നന്നായിട്ടും ഗ്ലോ ആകുന്നുണ്ട്, നല്ല രീതിയിൽ മോയ്സ്ചറൈസ് ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഗ്ലോ വരുന്നത്. ഇങ്ങനെ മോയ്സ്ചറൈസ്
വശം ഉള്ള ഒരു പാക്കൊക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ സൈൻസ് ഓഫ് ഏജിങ് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് അത് വളരെയധികം ഹെൽപ്ഫുൾ ആണ്. സോ നിങ്ങൾക്ക് ഈ വീഡിയോ കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. വളരെയധികം യൂസ്ഫുൾ ആണ്. എല്ലാവരും ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാവും. അപ്പോൾ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത്. ചാനൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ ബൈ.